പലപ്പോഴും സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്നൊരു ഏരിയയാണ് ഈ സ്റ്റാർട്ടപ്പ് റെക്കഗ്നിഷൻ. എങ്ങനെയാണ് ഈ റെക്കഗ്നിഷൻ, എന്തിനാണ് ഈ റെക്കഗ്നിഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളത് പലപ്പോഴും ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സിനകത്ത് പല ക്ലാരിറ്റി കുറവുകളും കാണാറുണ്ട്. ഈ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡാണ് സ്റ്റാർട്ടപ്പ് റെക്കഗ്നിഷൻ, സ്റ്റാർട്ടപ്പ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യം സ്റ്റാർട്ടപ്പ് റെക്കഗ്നിഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. അതുമായി ബന്ധപ്പെട്ട 3 പോർട്ടൽസ് ഉണ്ട്. DPIIT റെക്കഗ്നിഷൻ കിട്ടുന്ന NSWS പോർട്ടൽ, സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ പ്രൊഫൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ളത്, പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത്, പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ റിസോൾവ് ചെയ്യുക എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, സോ അതിനൊക്കെ മുമ്പേ നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താണ് ഒരു സ്റ്റാർട്ടപ്പ്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ലീഗലായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന എൻറ്റിറ്റിയാണ് നമ്മൾ സ്റ്റാർട്ടപ്പായി കൺസിഡർ ചെയ്യുന്നത് നോക്കണം. ഇതൊരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷനാണ്. സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തേക്കുന്നൊരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷനാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതോടൊപ്പം ഇതേ ഡെഫിനിഷൻ തന്നെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ലീഗൽ എൻറ്റിറ്റിയാണ്. എങ്ങനത്തെ എൻറ്റിറ്റിയാണ്? ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, രജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ്, അല്ലെങ്കിൽ ഒരു LLP. പ്രൈവറ്റ് ലിമിറ്റഡിനകത്ത് ഇറ്റ് ക്യാൻ ബി എ 1 person കമ്പനി ഓർ പ്രൈവറ്റ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്നുണ്ടാകുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആവാം. അങ്ങനെ വരുന്ന എൻറ്റിറ്റി ആയിരിക്കണം രജിസ്റ്റർ ചെയ്ത്, അതായത് ആ കമ്പനി രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് 10 വർഷത്തിനകത്തുള്ള ഒരു എൻറ്റിറ്റി ആയിരിക്കണം. അതുപോലെ തന്നെ ആ കമ്പനിയുടെ ആനുവൽ ടേൺ ഓവർ 100 കോടിക്കകത്തായിരിക്കണം. പിന്നെ വരുന്നൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പിനെ മറ്റ് ട്രഡീഷണൽ ബിസിനസ്സിന് വ്യത്യസ്തമാക്കുന്നത് എങ്ങനെയാണ്. ഈ കമ്പനി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടപ്പ് ഒരു ഇന്നൊവേഷനിലേക്ക് വർക്ക് ചെയ്യുന്നവർ, ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുതിയൊരു പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനി ആയിരിക്കണം. അത് എങ്ങനെയായിരിക്കണം? അത് സ്കെയിൽ ചെയ്യുന്ന ടൈപ്പ്, അതായത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആയിരിക്കണം. വിച്ച് വിൽ ലീഡ് ടു എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആസ് വെൽ ആസ് വെൽത്ത് ക്രിയേഷൻ. അങ്ങനെ വരുന്ന ഈ മേൽ പറഞ്ഞ 4 പോയിൻറ്റ്സും കൊണ്ട് അടങ്ങുന്ന ഒരു എൻറ്റിറ്റി, ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ് സ്റ്റാർട്ടപ്പ് എന്ന് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നത്, ഒരു എക്സിസ്റ്റിംഗ് കമ്പനി സ്പ്ലിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ്സിനെ റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പുതിയ എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്ത് സബ്സിഡറി പോലെ ക്രിയേറ്റ് ചെയ്താൽ അത് സ്റ്റാർട്ടപ്പായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു എൻറ്റിറ്റിയാണ് നമ്മളൊരു സ്റ്റാർട്ടപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓൾറൈറ്റ്, ഇനി നമുക്ക് നോക്കാം എന്തിനാണ് ഈ റെക്കഗ്നിഷൻ. ഈ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ റെക്കഗ്നിഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീംസ് എല്ലാം ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ റെക്കഗ്നിഷൻ വേണം. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിൻ്റെ യുണീക്ക് ID വേണം. അപ്പം അതുവഴി എന്തൊക്കെയാണ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻട്രൽ ഗവൺമെൻറ് രജിസ്ട്രേഷനിൽ വന്നു കഴിഞ്ഞാൽ, റെക്കഗ്നിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്, 3 വർഷത്തെ എക്സംഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് കുറച്ചധികം സ്റ്റാർട്ടപ്പുകൾ കിട്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഗവൺമെൻറ് ഗ്രാൻറ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാം, ടെൻഡർ പ്രോസസ്സിലേക്ക് ഇളവുകൾ കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് ആസ് എ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന സ്കീം സ്റ്റാർട്ടപ്പ് മിഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ പേറ്റൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള, അതായത് IP ഇഷ്യൂ ഫയൽ ചെയ്യാനും ഒക്കെയുള്ള സപ്പോർട്ട് മെക്കാനിസംസ് അവൈലബിൾ ആണ്. അതുപോലെ ഇൻക്യുബേറ്റേഴ്സിൻ്റെ ഇടയ്ക്കും ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്കും ഒക്കെ വിസിബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ റെക്കഗ്നിഷൻ ആവശ്യമാണ്. വൺസ് ഈ റെക്കഗ്നൈസ് ആയവരെ ഒരു പ്രോപ്പർ ലിസ്റ്റിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് ചെയ്ത ആൾക്കാരെയാണ് മറ്റാൾക്കാർ വന്ന്, അതൊരു പബ്ലിക് സ്പേസിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ വന്ന് നോക്കും എന്തൊക്കെയാണ് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾ ഓരോ സ്റ്റേറ്റിലും, അല്ലെങ്കിൽ ഇപ്പം ഒരു AI മെഷീൻ ലേണിംഗ് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾ ഏതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനൊരു റെപ്പോസിറ്ററി നമുക്ക് ഈ 2 മേജർ പോർട്ടൽസിലും ഇത് അവൈലബിൾ ആണ്. അപ്പം അവിടെയൊക്കെ ലിസ്റ്റഡായി നിൽക്കുന്നത് ഓരോ സ്റ്റാർട്ടപ്പിനും കൂടുതൽ വിസിബിലിറ്റി നൽകും. അപ്പോൾ ആ വിസിബിലിറ്റിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ റെക്കഗ്നിഷൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, പിന്നെ ഏതൊരു സെൻട്രൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തുന്ന സ്കീമാണെങ്കിലും ഈ റെക്കഗ്നിഷൻ മാൻഡേറ്ററി ആണ്. ഓക്കെ, ഇനി ഈ 3 പോർട്ടലായിരിക്കും ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നാഷണൽ സിംഗിൾ വിൻഡോ സിസ്റ്റം, സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ പോർട്ടൽ, KSM യുണീക്ക് ID പോർട്ടൽ. ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സിംഗിൾ വിൻഡോ സിസ്റ്റം അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിനും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കേരളത്തിലേക്ക് യുണീക്ക് ID നൽകുന്നു. അതുപോലെ അതത് സ്റ്റാർട്ടപ്പ് മിഷൻസ് ഉണ്ട്. മിക്ക സ്റ്റേറ്റിനും അതത് സ്റ്റാർട്ടപ്പ് മിഷൻസ് ഉണ്ട്. ഈ സ്റ്റാർട്ടപ്പ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ആ സ്റ്റാർട്ടപ്പിൻ്റെ ആ സ്റ്റേറ്റിലെ നോഡൽ ഏജൻസി ഇതുപോലെ യുണീക്ക് അവരുടെ തന്നെ ഒരു സർട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓരോ സ്റ്റേറ്റിനും ഓരോന്നാണ്. നമ്മളിപ്പം കേരളം മാത്രമാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 പോർട്ടൽസ് ആയിരിക്കും നമ്മളൊന്ന് നോക്കാം. ഇനി
ഈ ഒരു പ്രോസസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് ഫൗണ്ടേഴ്സായിട്ടുള്ളവർ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പിലെ ഒരു എംപ്ലോയി ആണെങ്കിൽ ആ ടീമിൻ്റെ ആളാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ലീഗൽ എൻറ്റിറ്റി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പരൊക്കെ കൊടുക്കും. അപ്പോൾ അതേ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ, അതായത് ഈ സെൻട്രലിനും സ്റ്റേറ്റ് റെക്കഗ്നീഷനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് പിന്നീടൊരു കൺഫ്യൂഷനോ ഒരു ഇഷ്യൂസോ വരത്തില്ല. സോ ബെറ്റർ എല്ലായിടത്തും ഒരേപോലെ ഉള്ള ഇമെയിലും ഫോൺ നമ്പരും കൊടുക്കുക. ഇനി അഥവാ അങ്ങനെ പറ്റുന്നില്ല, ഇപ്പം സാധാരണ ഇതിൽ നമ്മൾ തുടങ്ങുമ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ഏതെങ്കിലും ഒരു ഇമെയിൽ സർവീസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നീടായിരിക്കും നമ്മളതൊരു ഡൊമൈനിലോട്ട് മാറ്റുന്നത്, അതത് കമ്പനിയുടെ ഡൊമൈനിലേക്ക് മാറ്റുന്നത്. അങ്ങനെ അഥവാ മാറ്റിക്കഴിഞ്ഞാലും പ്ലീസ് എൻഷുർ ദാറ്റ് ഈ പറയുന്ന ചേഞ്ചസ് എല്ലാ പോർട്ടൽസിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇമെയിൽ ഐ ഡി നമ്മളെടുത്തു, @gmail@yahoo വെച്ചിട്ട് നമ്മൾ ഇനിഷ്യൽ രജിസ്ട്രേഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നാളെ ഒരു സമയത്ത് ഒരു ഡൊമൈൻ ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ മേക്ക് ഷുവർ ദാറ്റ് ഈ ഡൊമൈൻ ഷിഫ്റ്റും എല്ലായിടത്തും റിഫ്ലക്റ്റ് ആവുമെന്ന് എൻഷുർ ചെയ്ത് വെക്കുക. കാരണം അത് പിന്നീട് യൂസ്ഫുൾ ആകും. കാരണം പലപ്പോഴും ഈ ലീഗൽ എൻറ്റിറ്റി രജിസ്റ്റർ ചെയ്യുന്നത് പല ഏജൻസീസ് ആയിരിക്കും. അപ്പോൾ ആ ഏജൻസീസിൻ്റെ ഇമെയിൽ ഐ ഡി ആയിരിക്കും ചിലപ്പോൾ ഇവിടെ വരിക. അപ്പോൾ പിന്നെ ഈ ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, വൺസ് യു ഗെറ്റ് റെക്കഗ്നൈസ്ഡ് ഓൾ ദി കമ്മ്യൂണിക്കേഷൻ, അതായത് സെൻട്രലിൻ്റെ ഭാഗത്തുനിന്ന് സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇമെയിൽസുകളായാലും സ്കീംസിനെ പറ്റിയിട്ടുള്ള അനൗൺസ്മെൻറ്റ്സ് ആയാലും എല്ലാം ഈ ഈ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തുള്ള ഇമെയിലായിരിക്കും പോകുന്നത്. അപ്പം അത് ഫൗണ്ടറിനെ തന്നെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ അങ്ങനത്തെ മേജർ അനൗൺസ്മെൻറ്റ്സൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മേക്ക് ഷുവർ ദാറ്റ് ഫൗണ്ടറിൻ്റെ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പരും ഒക്കെ ഈ പറയുന്ന രജിസ്ട്രേഷൻ പർപ്പസിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടൊരു കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഫൗണ്ടർ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരാൾക്ക് അതിന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ലീഗൽ എൻറ്റിറ്റി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. വളരെ ഈ സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിന് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ചോദിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് എഴുതാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, ഒരു ടിപ്പെന്ന് പറയുന്നത്, ഫൗണ്ടർ തന്നെ അല്ലെങ്കിൽ ഫൗണ്ടറിൻ്റെ ടീമിൽ നിന്നുള്ള, സ്റ്റാർട്ടപ്പിൻ്റെ ടീമിൽ നിന്നുള്ള അറേഞ്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ആദ്യം സെൻട്രൽ റെക്കഗ്നിഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കൊടുക്കുന്നത് നാഷണൽ സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറയുന്നൊരു പോർട്ടലാണ്. നാഷണൽ സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി രജിസ്ട്രേഷൻസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് പോർട്ടലാണ്. ആ ഒത്തിരി രജിസ്ട്രേഷൻസിനകത്ത് ഒരെണ്ണമാണ് സ്റ്റാർട്ടപ്പ്. ഓക്കെ, അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്യുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു രജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പായിട്ടോ 1% കമ്പനിയായിട്ടോ LLP ആയിട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടോ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഓർഗനൈസേഷന് ഒരു പാൻ കാർഡ് ഉണ്ടാവണം. പ്ലസ് വളരെ പ്രധാനപ്പെട്ടതാണ് Class 3 ഡിജിറ്റൽ സിഗ്നേച്ചർ. ആ Class 3 ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ നാഷണൽ സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറയുന്ന പോർട്ടലിൽ ഒരു അക്കൗണ്ട് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആ Class 3 ഡിജിറ്റൽ സിഗ്നേച്ചർ ലീഗൽ എൻറ്റിറ്റിയുടെ പേർക്കായിരിക്കണം, ഇൻഡിവിജ്വലിൻ്റെ പേർക്കല്ല. ഇപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഡയറക്ടേഴ്സിൻ്റെ പേരിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ എടുക്കാറുണ്ട്. അതല്ല ഇവിടെ പറയുന്നത്. ലീഗൽ എൻറ്റിറ്റിയുടെ, അതായത് ഇപ്പോൾ XYZ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ ആ XYZ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പേർക്ക് തന്നെ ആ ഓർഗനൈസേഷൻ്റെ പേർക്ക്, ഓർഗനൈസേഷൻ്റെ പാനിനെ മാപ്പ് ചെയ്തുകൊണ്ടുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് വേണ്ടുന്നത്. അപ്പോൾ അത് എൻഷുർ ചെയ്യുക അതുണ്ടെന്ന്, എന്നിട്ട് NSWSലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ റെക്കഗ്നിഷൻ ടൈം ലൈൻ, അതായത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഓൾറെഡി പല വെരിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ NSWSലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ DPIT റെക്കഗ്നിഷൻ കിട്ടുന്നുണ്ട്. ഇനി ആ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NSWS പോർട്ടലിൽ പോവുക, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക. അതിൽ GST മാൻഡേറ്ററി അല്ല, പിന്നീട് എപ്പോഴെങ്കിലും ആഡ് ചെയ്താലും മതി. ഇപ്പം പ്രൊഫൈൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കും, എന്നാലും കുഴപ്പമില്ല, അത് വെച്ചിട്ട് തന്നെ ചെയ്യാം. വൺസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് നേരെ ഡാഷ്ബോർഡിൽ കയറുക. ഡാഷ്ബോർഡിനകത്ത് ഒത്തിരി അപ്രൂവൽസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ സെൻട്രൽ അപ്രൂവൽസ് സെലക്ട് ചെയ്യാം. സെൻട്രൽ അപ്രൂവൽസ് എടുത്തിട്ട് അതിൽ രജിസ്റ്റർ ആസ് എ സ്റ്റാർട്ടപ്പ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ബട്ടൺ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് അത് ക്ലിക്ക് ചെയ്ത് അത് ആഡ് ടു ഡാഷ്ബോർഡ് കൊടുക്കുക. പിന്നീട് ഡാഷ്ബോർഡിൽ കയറുമ്പോൾ ഈ ഒരു പോപ്പപ്പ് മാതിരി സൈഡിലൊരു ബട്ടണായിട്ട് ഇങ്ങനെ സെലക്റ്റഡ് ആയി കിടക്കും. അത് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു വീഡിയോ നോക്കാം. ഇപ്പം NSWS നാഷണൽ സിംഗിൾ വിൻഡോ സിസ്റ്റം
NSWS നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നാഷണൽ സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പേജ് കിട്ടും. ഇതിനകത്ത് ഈ ലോഗിൻ എടുക്കുക, ബിസിനസ് യൂസർ ലോഗിൻ കൊടുക്കുക. ഇവിടെ ഫൗണ്ടറിൻ്റെ ഇമെയിൽ ഐ ഡിയും ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് സൈനപ്പ് എടുക്കുക. സൈനപ്പ് എടുത്തിട്ട് ഫൗണ്ടറിൻ്റെ പേര്, ഫൗണ്ടറിൻ്റെ നെയിമും ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ കൊടുത്ത് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ സിഗ്നേച്ചറൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇത് ചെയ്യാം. ഓക്കെ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, വൺസ് നമുക്ക് നാഷണൽ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ റെക്കഗ്നിഷനാണ്. അപ്പോൾ പലപ്പോഴും എൻക്വയറി വരാറുള്ളത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ റെക്കഗ്നിഷൻ, സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ ഞാൻ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എനിക്ക് NSWS വഴി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ചോദ്യം വരാറുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ NSWS സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്രൂവൽസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പുകൾക്കുള്ള ബെനിഫിറ്റ്സ്, ഇപ്പം സ്കീംസിലേക്ക് അപ്ലൈ ചെയ്യുക, മെൻറ്റർഷിപ്പ്, ഇൻവെസ്റ്റർ കണക്റ്റ്, അതുപോലെ ഇൻകം ടാക്സ് എക്സംഷൻ ക്ലെയിം ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ പോർട്ടലാണ്. അപ്പോൾ NSWS വഴി നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നു, നേരെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലേക്ക് വന്ന് അവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കീംസിൻ്റെ അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ എൻറ്റിറ്റി ഉണ്ടാവണം, അതുപോലെ DPID റെക്കഗ്നിഷനും ഉണ്ടായിരിക്കണം. എടുത്തിട്ട് ഒരു സ്റ്റാർട്ടപ്പായിട്ട് രജിസ്റ്റർ ചെയ്യാൻ നല്ലത്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇൻഡിവിജ്വലിനെ രജിസ്റ്റർ ചെയ്യാം, ഇൻവെസ്റ്ററായിട്ട് രജിസ്റ്റർ ചെയ്യാം, മെൻറ്ററായിട്ട് രജിസ്റ്റർ ചെയ്യാം, ഒരു സ്റ്റാർട്ടപ്പായിട്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്റ്റാർട്ടപ്പായിട്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പം സ്റ്റാർട്ടപ്പായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ മേക്ക് ഷുവർ ദാറ്റ് ഓൾറെഡി NSWSൽ അക്കൗണ്ട് ഉണ്ട്, അതായിരിക്കും ആ പ്രോസസ്സിൻ്റെ ഫ്ലോയ്ക്ക് നല്ലത്. അപ്പോൾ NSWSൽ ഉപയോഗിച്ച് അതേ ക്രെഡൻഷ്യൽസ് ഉപയോഗിച്ച് സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിലൊരു പ്രൊഫൈൽ എടുക്കുക, പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക, നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യുക. അതിനുശേഷം ഡാഷ്ബോർഡിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി ഈ ഡേറ്റ നമ്മൾ ഈ കൊടുത്ത കമ്പനിയുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഓൾറെഡി DPID നമ്പർ അവിടുന്ന് ഓട്ടോ ഫിറ്റ് ചെയ്ത് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ പ്രൊഫൈലിൻ്റെ ഡാഷ്ബോർഡിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തമ്മിൽ ലിങ്കായി എന്നുള്ളത് ഉറപ്പിക്കാം. ഓക്കെ. അതാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ പ്രോസസ്സ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് ഗൂഗിൾ ചെയ്യുക. സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ വന്ന് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇവിടെ വന്ന് ഇതുവഴി അങ്ങ് ചെയ്താൽ മതി. ഓക്കെ. നമുക്ക് ഓൾറെഡി ലോഗിൻ ഉണ്ടെങ്കിൽ അത് ഇവിടുന്ന് ആക്സസ് ചെയ്യാം. ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഓരോ സ്കീംസും പ്രോഗ്രാംസൊക്കെ കാണാം. ഇൻക്യുബേറ്ററിൻ്റെ സ്കീമുണ്ട്, സെൻട്രൽ സ്കീംസ്, ഗവൺമെൻറ് സ്കീംസ്. അതുപോലെ ഇവർ കുറേ അനൗൺസ്മെൻറ്റ്സ് വളരെ കൃത്യമായിട്ട് അനൗൺസ്മെൻറ്റ്സ് ചെയ്യാറുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് നാഷണൽ സ്റ്റാർട്ടപ്പ് അവാർഡ്സ്. അപ്പോൾ ഈ അവാർഡ്സിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർട്ടപ്പിൻ്റെ റെക്കഗ്നിഷനൊക്കെ മസ്റ്റാണ്. അതുപോലെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്കീംസ്, പ്രോഗ്രാംസും, സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ സീഡ് ഫണ്ട് സ്കീമുണ്ട്, ഇൻവെസ്റ്റർ കണക്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസിനെല്ലാം അപ്ലൈ ചെയ്യുന്നത് ഈ പോർട്ടൽ വഴിയാണ്. നേരെ മറിച്ച് NSWS ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെയാണ് ആ സ്കീംസൊക്കെ അപ്ലൈ ചെയ്യുക. ഇനി നേരത്തെ പറഞ്ഞു നമുക്ക് ഈ സ്റ്റാർട്ടപ്പ്സിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ നെറ്റ്വർക്കിൻ്റെ കീഴിൽ സ്റ്റാർട്ടപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ DPID റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളെല്ലാം ഇവിടെ ലിസ്റ്റഡ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ടറിൽ അന്വേഷിക്കുന്നവർ, സ്റ്റാർട്ടപ്പുകളുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നവർ ഈ പേജിൽ വന്നിട്ടാണ് നോക്കുക. അപ്പോൾ ഇവിടെ ഈ സെക്ടേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. അപ്പോൾ അതൊക്കെ ഫിൽറ്ററായിട്ട് ആൾക്കാർക്ക് നോക്കുന്നു. അപ്പം നമ്മൾ നമ്മുടെ സ്റ്റാർട്ടപ്പിനെ ഇതിനകത്തേക്ക് ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ ഇത് കാണുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൽ കൊടുക്കുന്ന ഓരോ ഡേറ്റയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് വെറുതെ നമ്മളൊരു റെക്കഗ്നീഷന് വേണ്ടി അല്ലെങ്കിൽ ഇതിന് വേണ്ടി മാത്രം ചെയ്തിട്ടില്ല. കാരണം ഇത് ആൾക്കാർ നോക്കുന്നൊരു പോർട്ടലാണ്. അതിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിങ്ങനെ കാണാനായിട്ട് ദിസ് ഇസ് അവൈലബിൾ ഫോർ പബ്ലിക്. പ്രത്യേകിച്ച് ഞാൻ ലോഗിനൊന്നും ചെയ്തിട്ടില്ല, എല്ലാവർക്കും കാണാവുന്ന ഒരു പോർട്ടലാണ്. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ റെക്കഗ്നീഷൻ. അപ്പോൾ ഇതിനകത്ത് ഇവിടെ കൊടുക്കുക, ഈ രജിസ്ട്രേഷനൊക്കെ ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തെ ഓരോ സ്കീംസ് ആൻഡ് പ്രോഗ്രാംസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ NSWS ആയി, സ്റ്റാർട്ടപ്പ് ഇന്ത്യയായി. ഈ രണ്ട് പ്രോസസ്സും കഴിഞ്ഞിട്ട് വരുന്നതാണ് സ്റ്റാർട്ടപ്പ് മിഷനിലേക്കുള്ള കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, ഗവൺമെൻറ് ഓഫ് കേരളയുടെ സ്റ്റാർട്ടപ്പ് റെക്കഗ്നിഷനിലേക്കുള്ള വഴി. അതാണ് ഈ രണ്ടും കഴിഞ്ഞാൽ മാത്രമേ KSM യൂണിക് IDക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.
അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നോക്കേണ്ടുന്നത് DPIIT റെക്കഗ്നൈസ്ഡ് സ്റ്റാർട്ടപ്പ് ആയിരിക്കണം. അത് നേരത്തെ പറഞ്ഞ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കണം സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ പ്രൊഫൈലിൽ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, DPIIT സർട്ടിഫിക്കറ്റ്, അതുപോലെ പിച്ച് ടെക്ക് മാൻഡേറ്ററി അല്ല, ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു ഗിവ് ദ പിച്ച് ടെക്ക് ദെയർ. എപ്പോഴാണെങ്കിലും ആൾക്കാർക്ക് സ്റ്റാർട്ടപ്പിനെ പറ്റി ഇത് പബ്ലിക് ആവില്ല. KSMന് ഇൻറ്റേർണലായിട്ട് മാത്രമേ ഈ പിച്ച് ടെക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് നോക്കാനും സ്റ്റാർട്ടപ്പിനെ പറ്റി കൂടുതൽ ഒരു ധാരണ കിട്ടാനും വേണ്ടിയിട്ട് ഈ പിച്ച് ടെക്ക് ആദ്യമേ കൊടുക്കാം. പിന്നെ ഇതെപ്പോൾ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം. ഈ ഡേറ്റ സബ്മിറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം എപ്പോൾ വേണമെങ്കിലും ഫൗണ്ടറിന് തന്നെ ലോഗിൻ ചെയ്തതിന് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. പിന്നെ ഈ പ്രോസസ്സിൻ്റെ ടൈം ലൈൻ 3 ദിവസമാണ്. 3 ദിവസത്തിനുള്ളിൽ യൂണിക് ID ഇഷ്യൂ ചെയ്യാറുണ്ട്. അടുത്തൊരു കണ്ടീഷൻ നമ്മൾ നേരത്തെ ഇവിടെ പറയുന്നത് KSM യൂണിക് ID രജിസ്ട്രേഷൻ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തൊരു എൻറ്റിറ്റിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ കേരളത്തിന് പുറത്തുനിന്നൊരു എൻറ്റിറ്റി ഉണ്ട്, കേരളത്തിന് ഔട്ട്സൈഡ് കേരള രജിസ്റ്റർ ചെയ്തപ്പം ബാംഗ്ലൂരോ മുംബൈയിലോ ഒക്കെ പോയി കമ്പനി തുടങ്ങിയ മലയാളികളുണ്ടെങ്കിൽ അവർക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ റെക്കഗ്നിഷൻ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ കണ്ടീഷൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം സെയിം ആണ്. DPIIT റെക്കഗ്നിഷൻ വേണം, സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം, ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് വേണം, DPIIT സർട്ടിഫിക്കറ്റ് വേണം, പിച്ച് ടെക്ക് വേണം. അതിന് പുറമേ പ്രധാനമായിട്ടും വേണ്ടുന്നത് കേരളത്തിലൊരു GST വേണം. കേരള അഡ്രസ്സിലൊരു GST വേണം. ഇപ്പോൾ ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്യുന്ന ബാംഗ്ലൂർ GST പോരാ, കേരളത്തിൽ GST മസ്റ്റായിട്ട് വേണം. അതുപോലെ തന്നെ ലാസ്റ്റത്തെ 2 പോയിൻറ്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം 20 സീറ്റർ 2000 സ്ക്വയർ ഫീറ്റ് സ്പേസ് പ്രിഫറബിളി ഇൻ KSM അപ്രൂവ് ചെയ്ത ഇൻക്യുബേറ്റേഴ്സിൽ ഏതെങ്കിലും 20 സീറ്ററോ 2000 സ്ക്വയർ ഫീറ്റ് സ്പേസോ വേണം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പനി എംപ്ലോയ് ചെയ്യുന്ന 70% ആൾക്കാർ കേരളത്തിൽ നിന്നുള്ളവരായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഡിക്ലറേഷൻ ഫൗണ്ടർ കൊടുക്കണം. അതിനൊരു ഫോർമാറ്റൊക്കെ പോർട്ടലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിന് പുറത്തുള്ള ഒരു എൻറ്റിറ്റിക്ക് സ്റ്റാർട്ടപ്പിൻ്റെ റെക്കഗ്നിഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, ഒന്നുകൂടെ പറയാം. കേരളത്തിന് പുറത്ത് രജിസ്റ്റർ ചെയ്ത എൻറ്റിറ്റി ആണെങ്കിൽ മേൽപ്പറഞ്ഞ കണ്ടീഷൻസ്, ഈ പറയുന്ന കണ്ടീഷൻസിന് പുറമേ കേരള GST മസ്റ്റായിട്ട് വേണം. പിന്നെ ഈ താഴത്തെ രണ്ടിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ 20 സീറ്റർ അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ് സ്പേസ്, അല്ലെങ്കിൽ അത് കേരളത്തിൽ തന്നെ, അതല്ലെങ്കിൽ 70% ആൾക്കാർ, ആ കമ്പനിയുടെ ടോട്ടൽ എംപ്ലോയീസിൻ്റെ 70% ആൾക്കാർ കേരളത്തിൽ നിന്നായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ കേരളത്തിന് പുറത്തുള്ള ഒരു എൻറ്റിറ്റിക്ക് KSMൻ്റെ യൂണിക് ID കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി KSM യൂണിക് ID ഇഷ്യൂ ചെയ്യുന്ന പോർട്ടൽ startups.startupmission എന്ന് പറയുന്ന പോർട്ടൽ വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വന്ന് ഈ റൈറ്റ് സൈഡിലായിട്ട് ലോഗിൻ ടു കർണൽ കാണാം. ഇവിടെ ഇത് എടുക്കണ്ട, അതിന് പകരം നമുക്ക് ഓൾറെഡി സിംഗിൾ സൈൻ ഓൺ മെക്കാനിസമാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അതായത് ഓൾറെഡി നമുക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ, നമ്മൾ രണ്ടാമത് പറഞ്ഞ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ചൂസ് ചെയ്ത ശേഷം സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ യൂസർ നെയിം പാസ്വേഡ് ഇവിടെ കൊടുത്താൽ മതിയാവും. നേരത്തെ NSWSനെ പറ്റി പറഞ്ഞു, സ്റ്റാർട്ടപ്പ് ഇന്ത്യനെ പറ്റി പറഞ്ഞു, പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷനും പറഞ്ഞു. അപ്പം അവിടെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമെയിൽ അഡ്രസ്സ് പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ കൊടുക്കുന്നതിന് പകരം നേരെ ലോഗിൻ വിത്ത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ കൊടുത്താൽ മതി. ലോഗിൻ വിത്ത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ വഴി കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലെ യൂസർ നെയിം പാസ്വേഡ് അതിവിടെ കൊടുത്ത് ലോഗിൻ ചെയ്താൽ മതിയാവും. അവിടുന്ന് ഓട്ടോമാറ്റിക്കലി കുറച്ച് ഡേറ്റ ഇങ്ങോട്ടേക്ക് ഫെച്ച് ചെയ്തിട്ടാണ് ഫർദർ നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യും. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, DPIIT റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ്, പിച്ച് ടെക്ക് ഇത്രയും കൊടുത്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ സൈറ്റിൽ കണ്ടതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് മിഷനിലെ സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സും പബ്ലിഷ്ഡ് ആണ്. ഈ ലിങ്കിൽ startups.startupmission.in/startups, അതായത് ഈ പേജിൽ വന്നിട്ട് സർട്ടിഫൈഡ് സ്റ്റാർട്ടപ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും സർട്ടിഫൈ ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്സിൻ്റെ കംപ്ലീറ്റ് ഡേറ്റ ഇവിടെ വിസിബിളാണ്. അപ്പോൾ കംപ്ലീറ്റ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയെ പറ്റിയുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടും. അവരുടെ പ്രോഡക്റ്റ് എന്താണ്, എന്ത് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഫൗണ്ടേഴ്സിൻ്റെ പേര്, ഡീറ്റെയിൽസ്, ഇമെയിൽ ID മാത്രം, ഫോൺ നമ്പറൊന്നും കിട്ടില്ല.
ഇമെയിൽ ഐ ഡി വെബ്സൈറ്റ്, അവരുടെ ഫേസ്ബുക്ക്, അവരുടെ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ അവരുടെ സ്റ്റാർട്ടപ്പിൻ്റെ ഫേസ്ബുക്ക്, ട്വിറ്റർ ഹാൻഡിൽസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ പേജിലും അവൈലബിളാണ്. പ്രധാനപ്പെട്ട കുറച്ച് ലിങ്ക്സ് റെഫറൻസസിനായിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിനകത്തൊരു യൂസർ ഗൈഡ് ഉണ്ട്. അതുപോലെ തന്നെ NSWSൻ്റെ സ്റ്റാർട്ടപ്പിൻ്റെ KSMDയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ഇമെയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, രജിസ്ട്രേഷൻ പ്രോസസ്സിനകത്ത് വരുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ ഇമെയിൽ അഡ്രസ്സിലോട്ട് സപ്പോർട്ടിന് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇമെയിൽ അയക്കാം. നിങ്ങളുടെ സംശയങ്ങളോ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വറീസോ ഒക്കെ ഉണ്ടെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.